വെൽക്കം ബാക്ക് ടു BCA ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അൽഗോരിതം അനാലിസിസ് ആൻഡ് ഡിസൈനിൽ വരുന്ന മാസ്റ്റേഴ്സ് തിയറം ആണ്. ഓക്കെ, ഇപ്പോൾ മാസ്റ്റേഴ്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസിൽ മെയിനായിട്ട് വരുന്നതാണ് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി എന്നൊക്കെ. അപ്പോൾ ഈ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ് മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സ് തിയറം എന്ന് പറയുന്നത് നമ്മൾ റിക്കറൻസ് റിലേഷൻസൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ഫോമാറ്റാണ് ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ടി ഓഫ് എൻ ബൈ ബി പ്ലസ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓൾസോ ബി മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1. So A is the number of subproblems generated in each recursive steps, and B represents the factor by which the problem size is reduced in each recursive steps. And f of n is a function that represents the cost of the work done outside the recursive calls. Outside recursive calls means ഇപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ അതുപോലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒക്കെയുള്ള സമയത്ത് നമുക്ക് ഏതൊക്കെയാണ് റിക്കർസീവ് കോൾസ് ഒഴികെയുള്ള നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെടുക്കുന്ന ടൈമാണ് ആക്ച്വലി എഫ് ഓഫ് എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സെർച്ചിങ് ആണെങ്കിൽ ബൈനറി സെർച്ചിൻ്റെ കേസിൽ അവിടെ വരുന്ന കമ്പാരിസൺസ്, ഇപ്പോൾ മേർജ് സോർട്ടിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള മേർജ് സോർട്ട് നമ്മൾ മേർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഇത്തരത്തിൽ ഒരു റിക്കേഴ്സീവ് കോളിന് പുറമെ നടക്കുന്ന കാൽക്കുലേഷൻസ്, അത്തരം കാൽക്കുലേഷൻസിൻ്റെ കോസ്റ്റാണ് ആക്ച്വലി നമ്മുടെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഏതൊരു റിക്കർസീവ് കോളിൻ്റെ കേസ് അതല്ലാതെ വരുന്ന ചില കാൽക്കുലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു കോസ്റ്റ് കോംപ്ലക്സിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈം നമ്മൾ അതിലൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈമിൻ്റെ കൂടെ പ്ലസ് എഫ് ഓഫ് എൻ എന്നുള്ളത് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിനുള്ള ഒരു scalar.com എന്ന് പറയുന്ന സൈറ്റിൽ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ പിക്ചർ. അപ്പോൾ അത് കൂടുതൽ ആപ്റ്റാണ് എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാനത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു എ ടി ഓഫ് എൻ ബൈ ബി പ്ലസ് തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് പവർ പി എൻ. അപ്പം ഇതാണ് മാസ്റ്റേഴ്സ് തിയറത്തിൽ പറയുന്നത്. ഇതിൽ 3 കേസസ് ആണുള്ളത്. 3 കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ലോഗ് എ ടു ദ ബേസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ കെ, then ടി ഓഫ് എൻ ഇസ് ഈക്വൽ ടു തീറ്റ ഓഫ് ലോഗ് എ ടു ദ ബേസ് ബി log. Okay, then case 2, if log a to the base b is equal to k, then there are 3 conditions. That is, if p, that is in log n power k log pn. In this case, if p is greater than -1, then t of n is theta of n raised to k log p plus 1n. And if p is equal to -1, then t of n is equal to theta of n raised to k log n. And if p is less than -1, then t of n is equal to nk. We can ignore the rest of the part. That is the case. Then in case 3, if log a to the base b is less than k, then we will consider the value of p. If p is greater than or equal to 0, then t of n is equal to n raised to k log pn. And if it is less than 0, then in that case also we can ignore the logarithmic part. That is, the theta is equal to n power k. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന കേസ് എന്താണ്? ഇവിടെ 2 പാർട്ട് ഉണ്ടല്ലോ. ഒരു പാർട്ട് ഏതാണ്? എ ടി ഓഫ് എൻ ബൈ ബി ആണ്. രണ്ടാമത്തെ പാർട്ട് ഏതാണ്? എഫ് ഓഫ് എൻ ആണ്. ഓക്കെ, ഈ എഫ് ഓഫ് എന്നിനെയാണ് നമ്മൾ എന്തായിട്ട് കൊടുത്തിരിക്കുന്നത്? തീറ്റ ഓഫ് എൻ റേസ് ടു കെ ലോഗ് പവർ പി എൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? എ ലോഗ് എ ടു ദ ബേസ് ബി കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇനി എൻ റേസ് ലോഗ് എ ടു ദ ബേസ് ബി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്കിൽ അതും നമ്മുടെ ഈ എഫ് ഓഫ് എന്നും നമ്മൾ കമ്പയർ ചെയ്യാം. ഓക്കെ, ഏതാണ് വലുതെന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൽ രണ്ടിലും നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഇവിടെ എടുക്കുന്നത് എന്നിൻ്റെ ഒരു ടേം ആണ് എങ്കിൽ നമുക്ക് രണ്ടും എൻ റേസ് ലോഗ് എ ടു ദ പവർ ബിയും എഫ് ഓഫ് എന്നും നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. അത്തരത്തിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് എ എൻ ലോഗ് എ ടു ദ ബേസ് ബി ആണ് ഗ്രേറ്റർ എങ്കിൽ നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ലെഫ്റ്റ് പാർട്ടായിരിക്കും. നേരെ മറിച്ച് എഫ് ഓഫ് എൻ ആണ് ഗ്രേറ്റർ എങ്കിൽ നമ്മുടെ കോംപ്ലക്സിറ്റിയുടെ വരുന്നത് എന്താണ്? എഫ് ഓഫ് എന്നുള്ള ആ ഒരു റൈറ്റ് സൈഡിലുള്ളതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ളത്.
ഇനി അതിൽ ഈ പറയുന്ന കാരണം നമുക്ക് എന്താ പറയുക, നമ്മളിപ്പോൾ n ക്യൂബ് പ്ലസ് n സ്ക്വയർ പ്ലസ് 1 ആണ് നമ്മുടെ ടേം എങ്കിൽ നമ്മളതിൻ്റെ കോംപ്ലക്സിറ്റി പറയുന്നത് അതിൽ ഏതാണോ മാക്സിമം വാല്യൂ അതാണല്ലോ നമ്മൾ പറയുക. അതായത് ഇപ്പോൾ ഇവിടെ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് n ക്യൂബാണ്. ആ സെയിം കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം ഇവിടെ ഈ രണ്ട് ടേംസിൻ്റെയിൽ ഏതാണോ ഗ്രേറ്റർ വാല്യൂ വരുന്നത് അതിന് അനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ കോംപ്ലക്സിറ്റി പറയുന്നത്. ഈ സെയിം കേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനി അപ്പോൾ ഈ പറയുന്നതിൽ നമ്മളിപ്പോൾ പിയുടെ വാല്യൂ കൺസിഡർ ചെയ്യുമ്പോൾ പി ലെസ് ദാൻ 0 ആണ് അല്ലെങ്കിൽ പി ലെസ് ദാൻ -1 ആണ് എന്നുള്ള കേസിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാമല്ലോ. കാരണം ചെറിയ വാല്യൂ ആണെങ്കിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ ഉള്ളൂ. കാരണം ഈ പി ലെസ് ദാൻ -1 ആണെങ്കിൽ നമ്മളതിൽ n⁻k എന്നുള്ള പാർട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ ലെസ് ദാൻ k എന്നുള്ള കണ്ടീഷനിൽ ലെസ് ദാൻ പി ലെസ് ദാൻ 0 ആണ് എന്നുള്ള കേസിൽ നമ്മൾ ഏത് കൺസിഡർ ചെയ്യുന്നില്ല, അതിൻ്റെ ലോഗരിതമിക് പാർട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ ആദ്യം ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇത് പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ കൺഫ്യൂഷൻസ് വരും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ നമ്മൾ പറഞ്ഞു, അതുപോലെ ലെസ് ദാൻ ആണെങ്കിൽ ഏതാണോ ഗ്രേറ്റർ അതാണെന്ന് പറഞ്ഞു. ഇനി രണ്ട് ഈക്വൽ ആയിട്ടുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ആ ഈക്വൽ കണ്ടീഷനാണ് ഇവിടെ കേസ് 3യിൽ വരുന്നത്. ആ കേസ് 3ൻ്റെ കേസിൽ ഈക്വൽ കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ലോഗരിതമിക് പാർട്ട് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ ഇല്ല, പി ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷനാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ലോഗ് എന്നുള്ള ടേം നമ്മളവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ് എങ്കിൽ നമ്മൾ ലോഗ് p+1 എന്നുള്ളത് എടുക്കുക. നേരെ മറിച്ച് പി ഈസ് ഈക്വൽ ടു -1 ആണ് എങ്കിൽ log n. അതാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നൊരു കേസ്. ഇനി ലെസ് ദാൻ 1 ആണെങ്കിൽ എന്ത് തന്നെയാണ്, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ പി ഗ്രേറ്റർ ദാൻ -1 ആണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു log n കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി നേരെ മറിച്ച് പി ഈസ് ഈക്വൽ ടു -1 ആണ് എങ്കിൽ log n. ഓക്കെ, അത് നമുക്ക് പ്രോബ്ലം വരുന്ന സമയത്ത് അതിൻ്റെ വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് തിയറത്തിൻ്റെ ലിമിറ്റേഷൻസ് ആണ്. നമുക്ക് മാസ്റ്റേഴ്സ് തിയറം എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കേസാണ്. മെയിനായിട്ട് പറയുന്നത് ടി ഓഫ് എൻ ഇസ് നോട്ട് മോണോട്ടോൺ, അതായത് നമ്മളെ കോസ് എക്സ് സൈൻ എക്സ് എന്നുള്ള രീതിയിലൊക്കെ വരുന്ന ടേംസൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ടേംസിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ എഫ് ഓഫ് എൻ എന്ന് പറയുന്നൊരു പോസിറ്റീവ് ടേം ആയിരിക്കണം. നെഗറ്റീവ് ടേം വരികയാണെങ്കിൽ അവിടെ നമുക്ക് മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദെൻ എയുടെ വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ 2n അല്ലെങ്കിൽ 2n എന്നുള്ള രീതിയിലൊക്കെ വരികയാണെങ്കിൽ ഒരിക്കലും നമുക്കത് മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മൾ ലോഗ് a to the base ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ അവിടെ എന്തായാലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം അവിടെ വരേണ്ടത്. ഇനി അതുപോലെ തന്നെ എയുടെ വാല്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 1, അത് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ 0.5 എന്നൊക്കെ രീതിയിലൊക്കെയാണ് എയുടെ വാല്യൂ വരുന്നത് എങ്കിൽ ദാറ്റ് ഓൾസോ വി കനോട്ട് അപ്ലൈ ദർ ഓൾസോ ദ മാസ്റ്റേഴ്സ് തിയറം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ലിമിറ്റേഷൻസ്. ദെൻ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ എഫ് ഓഫ് എൻ്റെ വാല്യൂ ഇവിടെ എന്താണ് 1 ആണ്. അപ്പോൾ 1നേക്കാൾ വലുതാണ് ഇവിടെയുള്ള ലോഗ് a to the base b എങ്കിൽ നമുക്ക് പറയാം എന്താണ് അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആ n പവർ ലോഗ് a to the base b ആയിരിക്കും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതല്ല രണ്ടും സെയിം ആണ് 1 ആണെങ്കിൽ നമുക്ക് എന്താ ആ ഒരു രീതിയിൽ നമുക്ക് ലോഗ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ ലോഗ് a to the base b ആണ്. ലോഗ് a to the base b എന്ന് പറയുമ്പോൾ ഇവിടെ a 2 ആണ്, ബിയും 2 ആണ്. അപ്പോൾ ലോഗ് 2, ഇപ്പോൾ 2⁻1 ആണല്ലോ 2. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ a to the base b ഇവിടെ 2 കൂടി ഉണ്ടെങ്കിൽ നമുക്കിവിടെ കൊടുക്കുന്ന 2 log a to the base b എന്നുള്ള രീതിയിൽ ഈ 2നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അതേ കേസ് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുക. അതായത് log 2 to the base 2. അപ്പോൾ 2 to the base 2 എന്ന് പറഞ്ഞാൽ 2⁻1 ആണല്ലോ. ഇനി log 2 to the base 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അതായത് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും.
ഇനി നമ്മൾ കമ്പയർ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നത് n⁻1 ആണ്. n⁻1 വരുമ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് θ(n) ആണ്. ഓക്കെ, കാരണം നമുക്കിവിടെ n⁻k എന്നുള്ള കേസാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ n⁻1 അവിടെ n⁻1, അപ്പോൾ അവിടെ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് θ(n) ആണ്. ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ എന്താ വരിക? 2/2 വരിക, കാരണം 2⁴ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? n² log 2⁻2 എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ n² ആണ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡിൽ n ആണ്, അപ്പോൾ n² n ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് θ(n² ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ലോഗ് 2⁻2 എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ വന്നിരിക്കുന്നത് 2 ആണ്. അപ്പോൾ n² ആണ് വരിക. n² ദാറ്റ് മസ്റ്റ് ബി > n അല്ലേ? ഇവിടെ n ആണ് f(n)ന് പകരമുള്ളത്. അപ്പോൾ f(n)നേക്കാളും വലിയ വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഏതാണോ വലുത് അതാണ്. അപ്പോൾ ഇവിടുത്തെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് θ(n²) ആണ്. നെക്സ്റ്റ് വരുന്നത് ഇവിടെ എന്തായിരിക്കും വരിക? ഇവിടെ 8 ആണ്. അപ്പോൾ 2/8 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തായിട്ട് കൊടുക്കാം? 2/2/3 കൊടുക്കാം. 2/2/3 എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ n³ ആണ്. ഇനി f(n) എന്ന് പറയുന്നത് n ആണ്. അപ്പോൾ n³ n ആയതുകൊണ്ട് നമുക്ക് എന്ത് ഡയറക്റ്റ് കൊടുക്കാം? θ(n³ എന്ന് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. n⁻log a⁻b, അതായത് 8/2 that is equal to n⁻log 2. 8 നമുക്ക് 2⁻3 എന്ന് കൊടുക്കാം. that is equal to n3log 2⁻2. അപ്പോൾ log 2⁻2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3 × 1 is equal to 3. അപ്പോൾ n³ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. f(n)ൻ്റെ വാല്യൂ n ആണ്. സോ n³ is greater than n. സോ കോംപ്ലക്സിറ്റി ഈസ് θ(n³). ദെൻ നെക്സ്റ്റ് താഴെയുള്ളതിൽ എന്ത് വരും? ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു? നേരത്തെ കിട്ടിയതാണ്, അതായത് n ആണ് കിട്ടിയത് അല്ലേ? അതായത് n⁻log 2 ആണല്ലോ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്ന വാല്യൂ n ആണ്. അത് തന്നെയാണ് നമുക്കിവിടെ f(n)ലുള്ളത്. രണ്ടും സെയിം ആണ് എങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യും? നമ്മൾ log പവർ pn കൺസിഡർ ചെയ്യും. ഇവിടെ പിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. കാരണം log p എന്ന് പറയുന്ന ടേം അവിടെ ഇല്ല അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? θ(n) log p+1 അല്ലേ? അപ്പോൾ പിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് പിയുടെ വാല്യൂ എന്താവും? p+1 ആകുമ്പോൾ ഒരു ലോഗ് കൂടും, അതായത് n log n. അപ്പോൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് θ(n log n) ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. log a⁻b ഫൈൻഡ് ഔട്ട് ചെയ്തു. ആ വാല്യൂ f(n)ഉം കമ്പയർ ചെയ്തു. അത് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു log n കൂടെ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് f(n)ൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ നമ്മളൊരു log n കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് t(n) is equal to 2t(n/2 + n/log n. അപ്പോൾ ഇവിടെ നമുക്കതുപോലെ നോക്കാം. ഇവിടുത്തെ വാല്യൂ എന്തായിരുന്നു കിട്ടിയതെന്ന് അറിയാം? n ആണ് കിട്ടിയതെന്ന് അറിയാം അല്ലേ? ഇനി ഇവിടെ എന്താണ്? n/log n അല്ലേ? n/log n എന്ന് പറയുന്ന സമയത്ത് നമുക്കിത് എന്തായിട്ട് എഴുതാം? n log (−1) എന്നല്ലേ? n/log n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിയുടെ വാല്യൂ എന്താണ്? പിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു -1 ആണ്. പിയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു -1 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? log n ചെയ്യുന്നു. അതായത് ഇവിടെ ഓൾറെഡി n ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ log n ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് log n എന്നുള്ള കേസ് വരുന്നത്.
ഇനി നേരെ മറിച്ച് ഇവിടെ നമുക്ക് n ബൈ ലോഗ് സ്ക്വയർ ആണെങ്കിലോ, അപ്പോൾ എന്ത് വരും? n ലോഗ് -2n വരില്ലേ? അപ്പോൾ ഗ്രേറ്റർ വാല്യൂ ആണ് വരുന്നത് എങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതായത് ഇവിടെ നമ്മുടെ n സ്ക്വയർ ആണ് വന്നത് എങ്കിൽ ഇവിടെ വരുന്ന n സ്ക്വയർ ആയിരിക്കും. ഇപ്പോൾ ലോഗ് 2t ഓഫ് n/2 പ്ലസ് n സ്ക്വയർ ബൈ ലോഗ് സ്ക്വയർ എന്നാണെന്നുള്ള രീതിയിലാണ് വന്നത് എങ്കിൽ നോർമലി ഇവിടെ 4 ആയിരിക്കും. 4 ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വയർ വരുള്ളൂ. ഇപ്പോൾ രണ്ടും സ്ക്വയർ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പിന്നെ കമ്പയർ ചെയ്യുന്നത് പിയുടെ വാല്യൂ ആണ്. പിയുടെ വാല്യൂ മീൻസ് പിയുടെ പവർ -2 ആണ്. അതായത് പി ഈസ് ലെസ് ദാൻ -1 ആണ്. അത്തരം കേസസിൽ നമുക്ക് ലോഗ് -2 എന്നുള്ളത് നമുക്ക് ഇഗ്നോർ ചെയ്യാം. എന്താണ് എന്നിൻ്റെ ടേം, ആ ടേം മാത്രമായിരിക്കും നമ്മുടെ കോംപ്ലക്സിറ്റിയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ടി ഓഫ് n = 2t ഓഫ് n/2 പ്ലസ് n സ്ക്വയർ. അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി എടുത്തതാണ്. വാല്യൂ എന്തായിരുന്നു? n ആയിരുന്നു അല്ലേ? ഇതിൻ്റെ വാല്യൂ n ആയിരുന്നു. നമുക്ക് എഫ് ഓഫ് n എന്ന് പറയുന്നത് n സ്ക്വയർ ആണ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ? എഫ് ഓഫ് n ആണ് ഗ്രേറ്റർ. അപ്പോൾ നമ്മുടെ ആൻസർ എന്നുള്ളത് തീറ്റ ഓഫ് n സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മുടെ ആൻസർ. ഇത് ഏതാണെന്ന് കമ്പയർ ചെയ്യുക, അതിനുശേഷം ഏതാണ് വരുന്നത് അതെടുക്കുക. നെക്സ്റ്റ് 2t n/2 പ്ലസ് n സ്ക്വയർ ലോഗ് n. ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഇവിടെ 2t n/2, ഇവിടെ n ആണ് വന്നത്, ഇവിടെ n സ്ക്വയർ ലോഗ് n ആണ്. അപ്പോൾ ഇവിടെയും കേസ് 3 ആണ്. അതായത് നമ്മുടെ എഫ് ഓഫ് n ടേം ഗ്രേറ്റർ ദാൻ n ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് n സ്ക്വയർ ലോഗ് n. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നേ ഉള്ളൂ. കാരണം ഇവിടുത്തെ ടേം എന്താണ്, ഇവിടുത്തെ ടേം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ മാസ്റ്റേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് എടുക്കാനുള്ള ആ ഒരു ടൈം നമുക്കിവിടെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. നെക്സ്റ്റ് ഉള്ളത് എന്താ? 2t n/2 n ലോഗ് n ആണ്. ഇപ്പോൾ n ലോഗ് n വന്ന സമയത്ത് ഇവിടെ n ആണ്, ഇവിടെ n ആണ് വരുന്നത്, ഇവിടെ n ലോഗ് n ആണ് വരുന്നത്. ഇവിടെ n ലോഗ് n പറയുന്ന സമയത്ത് നമുക്ക് n ലോഗ് n ആണ്. അപ്പോൾ ആക്ച്വലി n ലോഗ് n വരിക. n ലോഗ് n വരുന്ന സമയത്ത് ഇവിടെ രണ്ടിൻ്റെയും n ഈക്വൽ ആണ്. ഇനി ലോഗരിതമിക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ -1 അല്ലേ? ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഗ്രേറ്റർ ദാൻ -1 ആകുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു ലോഗ് കൂടി ആഡ് ചെയ്യും. അതായത് n ലോഗ് സ്ക്വയർ n അല്ലേ? കാരണം ലോഗിൻ്റെ കൂടെ ഒരു ലോഗ് കൂടി ആഡ് ചെയ്യുന്നു. അതായത് ലോഗോ എന്തായിരുന്നു നമ്മുടെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് ഓഫ് p+1 n ആണ് കേട്ടോ. എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിലുള്ള പിയുടെ വാല്യൂവിൻ്റെ കൂടെ ഒരു ലോഗ് n കൂടി ആഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ n ലോഗ് n ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ലോഗ് n കൂടി ആഡ് ചെയ്യുമ്പോൾ n ലോഗ് സ്ക്വയർ n ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് n ആണ്. ഇനി ഇവിടെ വാല്യൂ എന്താണ്? n ലോഗ് സ്ക്വയർ n ആണ്. അപ്പം നമുക്ക് രണ്ടിൻ്റെയും n ടേം ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എന്താണോ അതിൻ്റെ കൂടെ ഒരു ലോഗ് n കൂടി ആഡ് ചെയ്യുന്നു. അതായത് ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തീറ്റ ഓഫ് n ലോഗ് ക്യൂബ് n. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് n ലോഗ് ക്യൂബ് എന്നാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്ന് മാസ്റ്റേഴ്സ് തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വരും ക്ലാസ്സുകളിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിതുപോലെ ഡിസ്കസ് ചെയ്യാം. കേസ് 1, 2, 3. കേസ് 1 എന്ന് പറയുന്നത് എന്തായിരുന്നു? കേസ് 1-ൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റർ, അതായത് ലോഗ് a⁻b ഗ്രേറ്റർ ദാൻ k എന്നുള്ളതായിരുന്നു. രണ്ടാമത്തത് ലോഗ് a⁻b ലെസ് ദാൻ k, അതാണ് കേസ് 3. ഇതിന് രണ്ടിനും ഇടയിൽ കേസ് 2 ഉണ്ട്. എന്താണ് കേസ് 2? അതായത് ലോഗ് a⁻b ഈസ് ഈക്വൽ ടു k എന്നുള്ള കണ്ടീഷൻ.
അലോഗേറ്റ് ദ ബേസ് ബി ഈസ് ഈക്വൽ ടു കെ എന്നുള്ള കണ്ടീഷനിൽ വരുന്ന 3 സബ് കേസസ് ഉണ്ട്. അതായത് അതിൻ്റെ പിയുടെ വാല്യൂ പി ഗ്രേറ്റർ ദാൻ -1 ആണോ, പി ലെസ് ദാൻ -1 ആണോ, പി ഈക്വൽ ടു -1 ആണോ എന്നുള്ളത്. പി ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പി log n കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ലെസ് ആണ് നമ്മളത് ഇഗ്നോർ ചെയ്യും. ഈക്വൽ ആണെങ്കിലോ, ഈക്വൽ ആണെങ്കിൽ നമ്മൾ log n എന്നുള്ളത് കൊടുക്കും. ഓക്കെ, എന്താണോ എന്നിൻ്റെ ടേം അത് log n ആണ് ഈക്വൽ വരുന്ന സമയത്ത് വരുന്നത്. അതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഈ log ലെസ് ദാൻ കെ എന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൂടെ കൺസിഡർ ചെയ്യുന്നു, അവിടെ 0 എന്നുള്ളത്, അതായത് പിയുടെ പവർ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നു. അതാണെങ്കിൽ അതുകൂടെ കൺസിഡർ ചെയ്യും, ലോഗിൻ്റെ ടേം കൺസിഡർ ചെയ്യും. അതല്ല എങ്കിൽ നമ്മൾ എന്താണോ n raised to k ആ ടേം മാത്രമേ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് മാസ്റ്റേഴ്സ് തിയറത്തിൽ വരുന്നത്. ഇനി നമുക്കിതിൽ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരും ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.